ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ പത്തനംമാറ്റിൻ്റെ ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗോവിന്ദനും കനകയും കൂടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഗോവിന്ദൻ ചോദിക്കുകയാണ്, അല്ല ഈ അനന്തപുരിയിലെ എന്തൊരു ആഘോഷം നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ടല്ലോ, നമ്മളങ്ങോട്ട് ക്ഷണിച്ചിട്ടുമുണ്ട്. എന്തായിരിക്കും ആഘോഷം എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ആർക്കറിയാം, ആരെങ്കിലും വരുന്നുണ്ടായിരിക്കും. അവർക്ക് എപ്പോഴും പൂജയും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ അതിൻ്റെത് വല്ല ആയിരിക്കും. എനിക്കൊരു പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്നാലും ആദർശിനെയും നയനെയും അങ്ങോട്ട് വിളിക്കായിരുന്നു. അവർ എല്ലാ കാര്യങ്ങളും തെളിയിച്ചല്ലോ, അവർ ബിസിനസ്സിൽ വിജയിച്ച് കാണിച്ചല്ലേ, എങ്കിൽ പിന്നെ അവരങ്ങോട്ട് വിളിക്കായിരുന്നു. അതേ ഗോവിന്ദേട്ടാ, എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അവരങ്ങോട്ട് വിളിക്കണമെന്ന്. പക്ഷേ എന്ത് ചെയ്യാനാ, മൂർത്തി സാറ് വിളിക്കാത്തതിൽ നമുക്കൊന്നും പറയാനായിട്ട് പറ്റില്ലല്ലോ. എല്ലാം നീ കാരണമാണ്. 3 മക്കളെയും പണക്കാർ വീട്ടിലേക്ക് അഴക്കണമെന്ന് നിനക്ക് വലിയ ആഗ്രഹമായിരുന്നല്ലോ. ഇപ്പം എന്തായി? എല്ലാവരും ഓരോന്നോരോന്നായിട്ട് പുറത്തു പോകുന്നത് കണ്ടില്ലേ? ഇതാ പറഞ്ഞത്. മക്കളെ പണക്കാരുടെ വീട്ടിലേക്ക് എത്തിക്കാൻ വേണ്ടി അമ്മയായിരുന്നു ആ ഒരു ഗെറ്റപ്പിലും രീതിയിലൊക്കെ പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരുന്നേച്ചത്. അതിനുശേഷം എല്ലാവരോടും എന്തൊക്കെ ഗമ്മയാണ് അടിച്ചുകൊണ്ടിരുന്നേച്ച എൻ്റെ കനകം, അതൊക്കെ നീ വല്ലതും ഓർക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ നന്ദു അങ്ങോട്ട് വരുന്നത്. അപ്പം നന്ദു പറയണം, അതെ അതെ, അമ്മയ്ക്ക് അങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു, എല്ലാവരെയും പണക്കാരെ വീട്ടിലെത്തിക്കാനായിട്ട്. അങ്ങനെ ഇപ്പോഴത്തെ എൻ്റെ 2 ചേച്ചിമാരും അവിടെയായി. ഇപ്പോൾ മറ്റവൾക്കാണെങ്കിൽ എന്നെ കണ്ണേരെ കണ്ടുവിടല്ലോ, ആ നവ്യക്ക്. അവൾ എന്നെ ഒന്ന് സംസാരിക്കുക, എൻ്റെ മുഖത്ത് നോക്കുകയോ ഒന്നും പോലും ചെയ്യില്ല. നിനക്കതെല്ലാം വേണം എന്നൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. ഏതായാലും ആഘോഷത്തിന് നമ്മളോട് ചെല്ലാൻ വേണ്ടി പറഞ്ഞിരിക്കുകയല്ലേ, നമുക്ക് ഏതായാലും പോകണം ഗോവിന്ദേട്ടാ എന്ന് പറയുമ്പോൾ, ആഘോഷമോ? എന്താഘോഷമെന്ന് നന്ദു ചോദിക്കുകയാണ്. അതെ, അനന്തപുരിയിൽ എന്തോ വലിയൊരു ആഘോഷം നടക്കുകയാണെന്ന്, അതിന് ഞങ്ങളെ ക്ഷണിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് പോകണം. നിങ്ങളെയോ? അപ്പോൾ നമ്മുടെ നന്ദു ഇങ്ങനെ മനസ്സ് ചിന്തിക്കുക, അതെന്താ അങ്ങനെ ഒരു ആഘോഷം നടക്കുന്ന കാര്യം അനിയന്താ എന്നോട് പറയാതിരുന്നത്, അവനെന്താ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയാണ്. എന്താണ് നന്ദു, നീ എന്താ ആലോചിക്കുന്നത്? അല്ല, അതെന്താ ആഘോഷം നടക്കുന്ന സ്ഥലത്തേക്ക് എന്നെ അവർ ക്ഷണിച്ചില്ലേ? എന്താ എന്നോട് വരണ്ട എന്ന് പറഞ്ഞോ? നിന്നെയും ക്ഷണിച്ചതാ, പക്ഷേ നീ വരണ്ട, ഞങ്ങൾ മാത്രം പോയാൽ മതി കേട്ടോ. അവിടെ അനിയുണ്ടാവും, പിന്നെ കുറച്ച് നാളും കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അനിയുടെയും അവന്തികയുടെയും എൻഗേജ്മെൻ്റ് അല്ലേ, അതും കൂടി കഴിയട്ടെ. ഇനി അതിന് ശേഷം നീ അങ്ങോട്ട് കാലെടുത്ത് കുത്തിയാൽ മതി. അപ്പോഴേക്കും ഗോവിന്ദനാണെങ്കിൽ, മോളെ നിനക്ക് എന്ത് നിരാശ ഉണ്ടായാലും നിന്നെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന പ്രശ്നവുമില്ല. ഏതായാലും അനിയുടെ ആ ഒരു മോതിരമാറ്റ ചടങ്ങ് കഴിയട്ടെ കേട്ടോ, അതിനുശേഷം നീ അങ്ങോട്ട് വന്നാൽ മതി. എൻ്റെ പൊന്നോ, ഞാൻ അങ്ങോട്ട് വരുന്നുമില്ല, ഞാൻ ആരുടെ ഇടയിലേക്ക് പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നുമില്ല. ഇനി ആ കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ നെഞ്ചത്തോട്ട് കയറേണ്ട നിങ്ങൾ 2 പേരും, നിങ്ങൾ ഇഷ്ടമുള്ളതുപോലെ ചെയ്തോ, എനിക്കതിൽ യാതൊരു പരിഭവവും ഇല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു അങ്ങോട്ട് കയറി പോവാണ്. അപ്പോൾ നന്ദു കയറി പോയെങ്കിലും അവളങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അവൾക്ക് അനിയെ കാണുമ്പോഴേ അവളുടെ മനസ്സൊക്കെ കിടന്ന് ഇളകുന്നുണ്ട്. അതൊക്കെ ഞാൻ മനസ്സിലാക്കിയ കാര്യമാണ്. അതൊന്നും വേണ്ട ഗോവിന്ദേട്ടാ, ഇനി 2 മക്കൾ അവിടെ ചെന്നു, അതെൻ്റെ ഒരു അബദ്ധത്താൽ സംഭവിച്ചതാ. ഇനി ഏതായാലും അവളെയും കൂടി അങ്ങോട്ട് വിടാനായിട്ട് ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അവൾക്ക് പറ്റിയൊരു സാധാരണക്കാരെ ചെറുക്കനെ കണ്ട് കല്യാണം കഴിപ്പിച്ചാൽ മാത്രം മതി എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ കനകയും നിൽക്കുകയാണ്. അങ്ങനെ അനന്തപുരിയിൽ കുറേ സംസാരങ്ങൾ ഉണ്ടാവുകയാണ്. അപ്പോൾ ജയനും അജയനും കൂടിയായിരുന്നു സംസാരിക്കുന്നത്. അല്ല, അച്ഛൻ പറഞ്ഞല്ലോ ഏതോ ഒരു VIP വരികയാണെന്ന്, അതിനു വേണ്ടിയാണ് ഈ ആഘോഷങ്ങളെല്ലാം എന്ന്. ആരായിരിക്കും ആ VIP? നമ്മൾ പോലും അറിയാത്തൊരു VIP? അച്ഛൻ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടാവും ചെയ്യട്ടാ, അതുകൊണ്ടാണല്ലോ. ഇനി ആരാണ് എന്താണെന്ന് ആർക്കറിയാം. അപ്പോഴേക്കും നമ്മുടെ അനിയും പറയാണ്, ഏതൊക്കെ VIP ആരൊക്കെ വന്നാലും ശരി, എൻ്റെ ഏട്ടനും ഏട്ടത്തിയെ പോലെ ആവില്ല. അവരെ എനിക്ക് ആ ഒരു രീതിയിൽ നേരെ കാണാനും പറ്റില്ല. എൻ്റെ മനസ്സിലെ എൻ്റെ കണ്ണിലെ VIP എൻ്റെ ഏട്ടനും ഏട്ടത്തി തന്നെയാണ്. അവർ കാരണമാണ് ഈ വിജയത്തിനൊക്കെ സാധ്യത ഉണ്ടായത്. എന്നിട്ട് മുത്തശ്ശൻ അവരിങ്ങോട്ട് വിളിക്കുന്ന പോലും ഇല്ലല്ലോ. എനിക്ക് ആ കാര്യം ആലോചിച്ചിട്ടേ സങ്കടമുള്ളൂ. അപ്പോഴേക്കും നമ്മുടെ ജലജയാണെങ്കിൽ, അത് ശരിയാ, അച്ഛൻ എന്തുകൊണ്ടാണ് അവരെ വിളിക്കാത്തത്, അവരെ ഇങ്ങോട്ട് വിളിച്ചുകൂടെ എന്ന് ജലജ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ജാനകിയാണെങ്കിൽ, ജലജേ നിനക്ക് അച്ഛൻ്റെ സ്വഭാവം അറിയാലോ, അച്ഛനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറച്ച തീരുമാനം തന്നെയാണ്. അച്ഛൻ അവർ 2 പേരെയും പുറത്താക്കിയതല്ലേ, അപ്പോൾ പിന്നെ അവരെ ഇങ്ങോട്ട് സ്വീകരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? അതും ഒരു കണക്കിന് ശരി തന്നെയാ.
അച്ഛനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ നിന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. എന്നാലും ഈ ആദർശ് നയനയുടെ പ്രശ്നങ്ങളെല്ലാം തീർന്നല്ലോ. അതിനെ തുടർന്ന് ഇനിയിപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ടത്. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും എന്തായാലും ആ നാഗേന്ദ്രനെ കണ്ടുപിടിച്ചത് അത് ആദർശേട്ടൻ തന്നെയല്ലേ. അപ്പോൾ പിന്നെ ആദർശേട്ടനല്ലേ എല്ലാ ക്രെഡിറ്റും കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഈ ജലജയ്ക്ക് കാലി വരികയാണ്. വേണ്ടട്ടോ, വേണ്ട. ആ നാഗേന്ദ്രൻ്റെ കാര്യം ഇവിടെ മിണ്ടിപ്പോകരുത്. അയാളെ ഒരു പരമദുഷ്ടനാണ്. അപ്പോഴേക്കും അഭിയോട് ഇങ്ങനെ ഒരു ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. എടാ അഭി, നീ അറിഞ്ഞുകൊണ്ട് തന്നെയാണോടോ ആ നാഗേന്ദ്രൻ്റെ അടുത്ത് പോയത്? എൻ്റെ പൊന്നോ, എനിക്ക് നാഗേന്ദ്രൻ ആരാണെന്ന് പോലും അറിയില്ലായിരുന്നു. നിങ്ങൾ പറഞ്ഞപ്പോഴാണ് നാഗേന്ദ്രൻ ആരാണെന്ന് പോലും ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ അവിടെ കണ്ടിരിക്കുന്നത് ഡേവിഡ് സാറിനെയാണ്. ആ ഡേവിഡ് സാറാണ് എന്നെ മാനേജറാക്കിയത്. അല്ലാതെ എനിക്കറിയില്ലായിരുന്നു എൻ്റെ അച്ഛനാണെന്നൊക്കെ എനിക്കറിയില്ലായിരുന്നു എന്ന് പറയാണ്. എടാ, നീയോ അയാളുടെ സ്വഭാവം എടുത്തോണ്ട് വരരുത്. അപ്പോഴേക്കും നമ്മുടെ ജയൻ പറയണം, അതെ അതെ, ദേ ആ നാഗേന്ദ്രൻ്റെ തനി പകർപ്പാണ് നിൻ്റെ ഈ മകൻ, അതേപോലെ തന്നെയാണ്. അപ്പോഴേക്കും ജലജ, ദേ നാഗേന്ദ്രൻ്റെ ഒപ്പം ഒരിക്കലും കൂട്ടുകൂടാൻ പാടില്ല. എനിക്കാണെങ്കിൽ ഈ ആഘോഷം ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് പോലും സന്തോഷിക്കാനായിട്ട് കഴിയുന്നില്ല. കാരണം എന്താണെന്നറിയാമോ, എനിക്ക് നെഞ്ചിടിപ്പ് കൂടിയിരിക്കുകയാണ്. ആ നാഗേന്ദ്രൻ ഇവിടെ വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അയാൾ രണ്ടും കൽപ്പിച്ച് തന്നെയാ. അയാളുടെ മനസ്സിൽ ശത്രുത മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ എന്ത് ദുഷ്ടനാണെന്ന് നിനക്ക് അറിയാമായിരുന്നോ അഭി? അയാൾ പരമദുഷ്ടനാ. അയാൾ കുടുംബത്തോട് ദ്രോഹം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ആ ഒരാളെ എനിക്ക് ഒരിക്കലും അംഗീകരിക്കാനായിട്ട് കഴിയില്ല. അയാളോട് കൂട്ടുകൂടുന്ന ആരെയും എനിക്ക് അംഗീകരിക്കാനായിട്ട് ഒട്ടും കഴിയില്ല എന്നൊക്കെ ജലജ ഇങ്ങനെ ആവർത്തിച്ച് പറയുകയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ഇവരിങ്ങനെ ആകാംക്ഷയോടെ നിൽക്കുകയാണ്. ഇനിയൊന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ദേ ഇപ്പം തന്നെ ആ VIP വരുമെന്നാണ് അച്ഛൻ പറഞ്ഞത്. അങ്ങനെയല്ലേ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ദാ വരുന്നടാ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും. അപ്പോൾ അവരവിടെ കാര്യം നിറങ്ങുന്നത് അച്ഛനമ്മയും വന്നല്ലോ. അപ്പോൾ കാര്യം നിറങ്ങിയപ്പോഴേക്കും വേറെ ആരും കാര്യം നിറങ്ങുന്നില്ല. കാറ് പോവുകയും ചെയ്തു, അങ്ങോട്ട് മാറിയിടുകയും ചെയ്തു. അപ്പോൾ ഇതെന്താ മുത്തശ്ശനെയും മുത്തശ്ശിയെ മാത്രം കണ്ടുള്ളല്ലോ. അപ്പോഴേക്കും എന്നാ ഇതിപ്പോൾ അച്ഛനമ്മയെ ആനയിക്കാൻ വേണ്ടിയാണോ ഈ കൊട്ടും മേളവും ഒക്കെ ഈ ഡെക്കറേഷനൊക്കെ ചെയ്ത് വെച്ചത്? ഇനി ഇവർ തന്നെയാണ് VIP. ഇവരോടൊപ്പം ആരും ഇറങ്ങുന്നതും കണ്ടില്ലല്ലോ. ഇനി ആരായിരിക്കും എന്നൊക്കെ ആകാംക്ഷയോടെ നോക്കി നിൽക്കുകയാണ്. എന്താ മുത്തശ്ശനും മുത്തശ്ശി എവിടെ പറഞ്ഞ VIP എന്നിങ്ങനെ ചോദിക്കുകയാണ്. അതൊക്കെ വരുമെന്നേ. ഇവിടെ വരാൻ പോകുന്ന VIP ദേ നിസാരക്കാരല്ല. അവർ എല്ലാം കൊണ്ടും വിജയിച്ച ആൾക്കാരാണ്. അല്ല, ഞാൻ ആരതി എടുക്കാൻ വേണ്ടി വരാൻ പറഞ്ഞില്ലായിരുന്നോ? എന്നിട്ട് ആരതിയൊന്നും കണ്ടില്ലേ എന്ന് ചോദിച്ചപ്പോഴേക്ക് ദേ വല്യമ്മയും ഇളയമ്മയൊക്കെ എടുക്കാൻ വേണ്ടി പോയിരിക്കുകയാണ്. അപ്പോൾ ജലജയും നമ്മുടെ ജാനകിയും ഈ ദേവയാനിയൊക്കെ താലപ്പൊലി എടുത്തുകൊണ്ട് വരിക എന്ന് കഴിഞ്ഞപ്പോഴേക്കും അവർ വരാൻ കാത്തിരിക്കുകയാണ് അച്ഛാ ഞങ്ങൾ എന്ന് പറയുകയാണ്. അവരെ ആനയിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ വിജയത്തോടു കൂടി തന്നെ ആനയിക്കണം. കാരണം അവർ വിജയം കൈവരിച്ച ആൾക്കാരാണ്, നമ്മുടെ കുടുംബത്തിന് വേണ്ട ആൾക്കാരാണ്, നമ്മുടെ കമ്പനിക്ക് വേണ്ട ആൾക്കാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവരെക്കുറിച്ച് ഇങ്ങനെ അനന്തമൂർത്തി പുകഴ്ത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്നിട്ട് അവർ വന്നില്ലല്ലോ. ഇപ്പം എത്തും. അതുകൊണ്ടാണല്ലോ ഈ കൊട്ടും മേളവും ഒക്കെ ഞാൻ അറേഞ്ച് ചെയ്തത്. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അവരുടെ വണ്ടി എത്തിയടാ. അങ്ങനെ അവരുടെ വണ്ടി എത്തിയതും എല്ലാവരും ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കി നിൽക്കുക. അപ്പം ആദ്യം ഇറങ്ങിയത് നമ്മുടെ നയനയായിരുന്നു. നയനയെ കണ്ട് ചില ആൾക്കാരുടെയൊക്കെ കിളി പോയൊരവസ്ഥ നിൽക്കുക. ചിലവർക്കൊക്കെ ഭയങ്കര സന്തോഷമായി. നയനയോടൊപ്പം ആദർശം വരികയാണ്. അങ്ങനെ ഞാൻ പറഞ്ഞ VIP എത്തി എന്ന് പറയുകയാണ്. അപ്പോൾ നമ്മുടെ അനിക്ക് ഭയങ്കര സന്തോഷം തോന്നുകയാണ്. കാരണം താൻ വിചാരിച്ചതുപോലെ തന്നെ തൻ്റെ ഏട്ടനും ഏട്ടത്തിയുമാണ് അങ്ങോട്ട് എത്തിയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിൽ നിൽക്കുകയാണ് നമ്മുടെ അനി. സന്തോഷം കൊണ്ട് മതി മറന്നൊരവസ്ഥയിൽ. അപ്പോൾ ആദർശിനയനെയും വരുമ്പോൾ ഭയങ്കര കൊട്ടും മേളവും താലപ്പൊലിയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. ഇവരും സന്തോഷത്തോടെ മതി മറന്നൊരവസ്ഥ നിൽക്കുകയാണ്. അപ്പോഴേക്കും ജലജയുടെ മുഖം മാറി അഭിയും കണ്ണുപിടിച്ച് നിൽക്കുകയാണ്. അവന്തികയും അതേപോലെ തന്നെ. പക്ഷേ നവ്യയ്ക്ക് സന്തോഷം ഉണ്ടെങ്കിലും ആരുടെ മുന്നിൽ സന്തോഷം കാണിക്കാനായിട്ട് പറ്റില്ലല്ലോ. അതുകൊണ്ട് ആ ഒരു സന്തോഷം അടക്കി പിടിച്ചിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ നവ്യ. അപ്പോൾ ഇവർ വരികയാണ്. അപ്പോൾ ഇവരെ കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് അന്തം വിട്ട് നിൽക്കുക ദേവയാനിയൊക്കെ. എൻ്റെ മക്കളെ എന്ന് പറയുകയാണ്. അപ്പോൾ ഈ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അനുഗ്രഹം മേടിക്കുകയാണ് ആദർശി നയനയും. അപ്പോൾ അങ്ങനെ അനുഗ്രഹം മേടിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ VIP വരുന്നുണ്ട്. ഇവരാണ് VIP. എല്ലാം കൊണ്ടും വിജയം നേടിയവർ. എന്താ ഇങ്ങനെ എല്ലാവരും അന്തം വിട്ട് നോക്കി നിൽക്കുന്നത്?
പോയവർ തിരിച്ചു വന്നത് കണ്ടില്ലേ? ആദർശിനെ ഞാൻ ഓരോ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് ഇറക്കി വിട്ടു. പക്ഷേ ഭർത്താവ് പോയതറിഞ്ഞ് ഭാര്യയും പിന്നാലെ പോയി ഭർത്താവിൻ്റെ വിജയത്തിന് വേണ്ടി. അതേപോലെ തന്നെ സംഭവിച്ചു. ഭർത്താവിൻ്റെ എല്ലാ വിജയത്തിനും ഭാര്യയും കൂട്ടുനിന്നു. ഇപ്പോൾ വിജയലാളിതനായി അവരെല്ലാം രണ്ടുപേരും തിരിച്ചെത്തിയിരിക്കുകയാണ്. എല്ലാം കൊണ്ടും വിജയിച്ചവർ. ഇവരെ ഞാനിവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ എൻ്റെ മനസ്സ് എത്രമാത്രം വേദനിച്ചെന്ന് നിങ്ങൾക്കറിയാവോ എന്നൊക്കെ ചോദിക്കുകയാണ്. ദേവയാനി, എന്താ നോക്കി നിൽക്കുന്ന ദേവയാനി? നിന്റെ മകനും മരുമകളും വന്നിരിക്കുന്നത് കണ്ടില്ലേ? അവരെ താലപ്പൊലി കൊടുത്ത് സ്വീകരിക്കുക ദേവയാനി, ആരതി ഒഴുകി ദേവയാനി എന്ന് പറയണം. ദാ വരുന്നു അച്ഛാ എന്ന് പറഞ്ഞുകൊണ്ട് ദേവയാനി സന്തോഷത്തോടു കൂടി തന്നെ ഇവരുടെ മുന്നിലേക്ക് ചെല്ലുകയാണ്. അങ്ങനെ ഇവരെ ആരതി ഒഴിയുകയാണ്. ഭയങ്കര രീതിയിൽ സ്വീകരിക്കുകയും ചെയ്യാണ്. അവരകത്തേക്ക് കയറുകയും ചെയ്യണം. അപ്പോഴേക്കും നമ്മുടെ അനി പറയാണ്, സന്തോഷമായി മുത്തശ്ശ, ഒരുപാട് സന്തോഷമായി. മുത്തശ്ശനൊരു VIP വരുന്നുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഇവരാണെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. പക്ഷേ എൻ്റെ മനസ്സിലെ VIP ഇവർ രണ്ടുപേരും തന്നെയായിരുന്നു മുത്തശ്ശ. എനിക്ക് ഭയങ്കര സന്തോഷമായി മോനെ. എടാനി, നീ മാത്രമേ ഈ വീട്ടിൽ ഇവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുള്ളൂ ഏതൊരു കാര്യത്തിനും വേണ്ടിയും. അപ്പോഴേക്കും നമ്മുടെ ദേവേനി പറയാണ്, അച്ഛാ, അവനല്ലെങ്കിലും പറയുകയും ചെയ്തു, എൻ്റെ വിജയത്തിന് പിന്നിൽ നിൽക്കുന്നത് എൻ്റെ ഏട്ടനും ഏട്ടത്തിയാണ്. ഏട്ടനും ഏട്ടത്തി ഇല്ലായിരുന്നെങ്കിൽ എനിക്കൊരു വിജയം കൈവരിക്കാൻ എനിക്കിട്ട് പറ്റില്ലായിരുന്നു എന്നൊക്കെയാണ് ഇത്ര നേരം വരെ അവനും പറഞ്ഞുകൊണ്ടിരുന്നേച്ചത് മുത്തശ്ശ അച്ഛ എന്നിങ്ങനെ പറയാം. അപ്പോൾ ഏതായാലും ഞങ്ങൾക്കൊക്കെ എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു. പിന്നെ എൻ്റെ എല്ലാ രഹസ്യങ്ങൾക്കും കൂട്ടുന്നതാണ് എൻ്റെ ഭാര്യ. ആദർശിനെയും നയനെയും ഞാനിവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരുപാട് വേദനയുണ്ടായിരുന്നു. അവരെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നേച്ചു. പക്ഷേ മനഃപൂർവ്വമല്ല, ആദർശ് ഒരു നല്ലൊരു രീതിയിൽ എത്തട്ടെ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആരോടും ഒരക്ഷരം പോലും പറയാതിരുന്നത്. ലാസ്റ്റ് അത് നയനമോൾ അറിഞ്ഞു. നയനമോൾ അറിഞ്ഞതിന് ശേഷം അനിയും അറിഞ്ഞായിരുന്നു ഈ സംഭവങ്ങളൊക്കെ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ്. ഇപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. ഇനി ഒന്നിനും ഒരു കുറവും വരാനായിട്ട് പാടില്ല. എല്ലാ വിജയത്തിനും പിന്നിൽ ഇത് നമ്മുടെ ആദർശും നയനയും ആണെന്നിങ്ങനെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ ഇനി അനന്തപുരിയിലെ MD സ്ഥാനം ആദർശിന് കൊടുക്കുകയാണ് എന്ന് പറയുക. ഇത് കേട്ട നമ്മുടെ ജാനകിയുടെ മുഖഭാവാകെന്ന് മാറുകയാണ്. അത് അവന്തികയ്ക്കും ജലജയ്ക്കും തീരെ അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ എനിക്ക് വളരെയേറെ സന്തോഷം തോന്നുകയാണ്. അനി കൈയടിച്ച് അങ്ങോട്ട് പാസ്സാക്കുകയാണ്. മുത്തശ്ശനെടുത്ത തീരുമാനം എനിക്ക് ഒത്തിരി ഇഷ്ടമായി മുത്തശ്ശ എന്ന് പറയാം. അങ്ങനെ പറഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ജലജയാണെങ്കിൽ ജാനകിയുടെ ചെവിയിൽ ഇങ്ങനെ ഓതി കൊടുക്കുകയാണ്. അതേ മുത്തശ്ശൻ അച്ഛനിങ്ങനെ MD സ്ഥാനം കൈമാറുകയാണ്. ഒരിക്കലും സമ്മതിക്കരുത് കേട്ടോ ജാനകിയെ. നീ എന്തെങ്കിലും പറഞ്ഞ് അച്ഛനെ സോപ്പിട്ടോളണം, അല്ലെങ്കിൽ അത് ഒരിക്കലും കൈവിട്ട് കൊടുക്കാനായിട്ട് പാടില്ല. നിന്റെ മകൻ്റെ ജീവിതം താറുമാറായി പോകുമെന്ന് പറയാണ്. അപ്പോഴേക്കും നമ്മുടെ ഈ ആദർശാണെങ്കിൽ വേണ്ട അച്ഛാ, എനിക്ക് MD സ്ഥാനം ഒന്നും വേണ്ട, അത് എനിക്ക് തന്നെ ഇരുന്നോട്ടെ, അവനെല്ലാം സപ്പോർട്ടായിട്ടും ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ അനിയാണെങ്കിൽ വേണ്ട അത് പറ്റില്ല, MD സ്ഥാനം എനിക്കിനി പറ്റില്ല, ഞാൻ MD സ്ഥാനം ഒഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ മുത്തശ്ശൻ പറഞ്ഞാലും ഞാനത് കേൾക്കാനും പോകുന്നില്ല. MD സ്ഥാനത്ത് ഇനി എൻ്റെ ഏട്ടൻ മാത്രം ഇരുന്നാൽ മതിയെന്നും അനിയുടെ തീരുമാനം കേട്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഭയങ്കര സന്തോഷം തോന്നുകയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. ബൈ.